ഈ സിറ്റി ഇപ്പൊ കുറെ ഗുണ്ടകളുടെ കയ്യിലാണ്. ഇനി അതിലേതെങ്കിലും തന്നില്ലാത്തതാണ് ഇവർക്ക് പണി കൊടുത്തെന്ന് ആർക്കറിയാം. ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇറ്റ്സ് ഓൾ ഇൻ കൺട്രോൾ. അവളേറെ അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. ഈ എഡ്ഡി ചെറുപ്പത്തിലെ മഹാ അറമ്പറപ്പായിരുന്നു. ടീച്ചറിന്റെ ഈ വന്ന ശേഷമാ ഒന്ന് രൂപമായത്. അത് ബിജോ, ഇളയ ചെക്കനാ. ഇവനപ്പോ കുഴപ്പക്കാരനല്ല. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ കണ്ട ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് ഈ തള്ളയെ വന്ന് കണ്ടു പോകാറുണ്ട്. ആള് റോങ്ങയാ. പിന്നെ മൂത്തിരുന്നു. അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. അറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ബിലാൽ ജോൺ കുരിശി ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു. അന്ന് ഇവിടെ വെച്ചതാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. നെരുങ്ങാൻ വിഷമമുള്ള ഏതാണ്. ടീച്ചറിന് ഏറ്റവും ഇഷ്ടം ബിലാലിനെയായിരുന്നു. അതേപോലെ എത്ര നാളായി കണ്ടിട്ട്. 2 ദിവസം നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാൽ ഈ കളം വിടുന്ന പ്രശ്നമില്ല. കോളനിയിൽ കയറിയാണ് പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ്. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാടാ കൊച്ചിയിലുള്ളത്? പണ്ട് നമ്മുടെ ചങ്ങായി കൊച്ചി പയ്യ കൊച്ചിയില്ലെങ്കിലും മൂപ്പര് പയ്യ മൂപ്പരാന്ന് പറഞ്ഞാൽ ആ കൊച്ചി തന്നെയല്ലേ?